എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് 28-ാം തീയതി പ്രസിദ്ധീകരിക്കും. നിലവിൽ 29-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും 28-ാം തീയതി രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ ആ ഒരു ലിങ്കുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് അഡ്മിഷനൊന്നും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതല്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജ് അതായത് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എഡിറ്റിങ്ങൾ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അതായത് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള അവസരം ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിൽ നിന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിവരങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കീം അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഈ ഒരു നിങ്ങൾ അപേക്ഷിച്ച ജില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ജയിച്ച വർഷം ജയിച്ച മാസം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അതുപോലെ ഏത് മോഡലാണ് സ്വന്തമായിട്ടാണ് എങ്ങനെയാണ് നൽകിയത് ആ ഒരു കാര്യം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ ഓപ്ഷൻസിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമതാക്കണം അല്ലെങ്കിൽ 10ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നാമതാക്കണം എന്നിങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിനായിട്ടുള്ള അവസരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ വേണ്ട മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഓഫ് അതായത് ഈ ഒരു നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രയൽ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും അതിനുശേഷം നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ അതായത് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിങ്ങൾക്ക് എത്രയാണ് ഇൻഡെക്സ് മാർക്ക് അതായത് റാങ്ക് ഉള്ളത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണ് അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണ് അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാധ്യത ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കും. അതുപോലെ തന്നെ പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സാണ് എന്നുള്ളത് അനുസരിച്ചുകൊണ്ട് കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 28-ാം തീയതി രാത്രിയോടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.